ബേസിക്കലി സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാരണം വെച്ചാൽ മക്കളെന്ന് പറയുന്നത് നമ്മുടെ ഭാഗമാണല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്നേഹമാണ് ജീവിതം മൊത്തം. ഇപ്പോൾ 2 പേരുടെ സ്നേഹം കൊണ്ടാണ് ഞാനുണ്ടായത് ഭൂമിയിൽ. എൻ്റെയും ഭാര്യയുടെയും സ്നേഹത്തിൻ്റെ ബാക്കിയാണ് എൻ്റെ മകളും. അപ്പോൾ എൻ്റെ മകൾക്ക് നല്ല മക്കൾക്ക് എന്ത് നന്മ വരുന്നതും എനിക്ക് അങ്ങേയറ്റം സന്തോഷം ഉണ്ടാക്കുന്നത്. പക്ഷേ എൻ്റെ ആദ്യത്തെ ഭാഗം ചോദ്യത്തിൻ്റെ, അതായത് എനിക്ക് കിട്ടാത്ത എൻ്റെ മക്കൾക്ക് കിട്ടി, അങ്ങനത്തെ ഒരു തോട്ട് എനിക്ക് വന്നില്ല. കാരണം എനിക്ക് കിട്ടാനുള്ള എനിക്ക് തന്നെ കിട്ടണം, എന്നാലേ എനിക്ക് എൻ്റേതായൊരു സന്തോഷം വരത്തുള്ളൂ. ഇപ്പോൾ ഭാര്യ ഇത് രണ്ടും സന്തോഷിക്കുന്ന ഒരാളാണ്. കാരണം ഭാര്യ ഏറ്റവും ആഗ്രഹിച്ചെന്ന് വെച്ചാൽ കൃഷ്ണകുമാർ ഒരു നായകനായിട്ട് ആ പോസ്റ്ററൊക്കെ വന്നിട്ട് ആ പോസ്റ്ററിൻ്റെ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കണം. പക്ഷേ കഴിഞ്ഞ ദിവസം മദ്രാസ് സിനിമ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു. മകളുടെ പ്രസ് മീറ്റിനകത്ത് മകളുടെ വലിയൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ നിന്ന് കിച്ചുവിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണം എന്നാണ് വിചാരിച്ച പോസ്റ്ററിൽ. പക്ഷേ അത് പറ്റിയില്ല, മോളുടെ എങ്കിലും കിട്ടിയെന്ന് അയച്ചു. അപ്പോൾ എനിക്കതിൽ സന്തോഷം എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ആരെങ്കിലും കൊണ്ടൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെയും കൂടി ഒരു ഭാഗമാണല്ലോ മോള്. എൻ്റെ പറ്റിയില്ല, മോളുടെ അടുത്ത് നിർത്തില്ല, അവൾക്കെങ്കിലും സന്തോഷം കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് മോൾക്ക് എന്ത് കിട്ടുന്നതും എന്നെക്കാൾ ഉയരത്തിലറിയ വരണം. എൻ്റെ നാളെ അഹാനയുടെ അച്ഛൻ എന്ന് പറഞ്ഞു കേൾക്കാൻ അങ്ങേയറ്റം സന്തോഷമേ ഉള്ളൂ, അങ്ങേയറ്റം. പക്ഷേ എനിക്ക് എൻ്റേതായ സന്തോഷങ്ങളും ഇഷ്ടങ്ങളുണ്ട്. എനിക്കത് നേടണം, അത് കിട്ടിയേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ സന്തോഷം എനിക്ക് എൻ്റേതായ സന്തോഷങ്ങളുണ്ട്. നമ്മൾ വേറെ വ്യക്തിയാണല്ലോ, മകളാണെങ്കിലും അച്ഛനാണെങ്കിലും. അതുകൊണ്ട് എല്ലാം സന്തോഷം തന്നെയാണ്. ഞാൻ ഒരിക്കലും എൻ്റെ മക്കളോട് ഇന്നത് ചെയ്യണമെന്നോ ചെയ്യേണ്ടെന്നോ പറയാറില്ല. കാരണം ഞാൻ വേറെ രീതി ചിന്തിക്കുന്ന ആൾ. ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ മക്കളെ ചെയ്യണമെന്നുമില്ല. ഒരു പരിധിവരെ ചിലപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. നാളെ അവരവരുടെ കാലിൽ നിൽക്കുമ്പോൾ തിരിച്ചടിക്കും, ഉറപ്പാണ്. പെൺമക്കളാകുമ്പോൾ ചിലപ്പോൾ അടിയുടെ ശക്തി കുറവായിരിക്കും, പക്ഷേ അത് ഉറപ്പാണ്. അപ്പോൾ പിന്നെ അവരവരുടെ വഴിക്ക് വിടും. കാരണം ഞാൻ എപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ ആരാണ്? ജസ്റ്റ് ഒരു ടൂൾ മാത്രമാണ് അവർ ഭൂമിയിൽ ജനിച്ചു വളരാൻ. അവരുടെ വഴിക്ക് വിട്ടേ പറ്റൂ. അവരവരുടെ വഴിക്ക് വിട്ടാൽ, അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് പെൺകുട്ടികളല്ലേ അങ്ങനെ. ശരിയാണ്, ഒരു കാലം വരെ കോഴിക്കുഞ്ഞുങ്ങളവരെ കോഴി ചിറകിനടി വെച്ചേ പറ്റൂ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വിടണം. എന്നും നമ്മുടെ കയ്യിൽ നിർത്താൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ അവൾ ഇഷ്ടമുള്ള മേഖല അവളുടെ സിനിമ തന്നെ. പക്ഷെ സിനിമയിൽ അവൾക്ക് ഡയറക്ഷനിലാണ് താല്പര്യം. അതുകൊണ്ട് മദ്രാസിൽ പോയിട്ട് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എടുത്ത് ഇതാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ അഡ്വർടൈസിങ്ങിൽ പോകണം എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ സിനിമ വന്നു, അതിന് അവസരങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചാൽ പിന്നീട് ഞാൻ ഇഞ്ചക്റ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ ചെയ്തു. രാജീവ് വീട്ടിലൊന്ന് സംസാരിച്ചപ്പോൾ നോ പറഞ്ഞ ദിവസം അതിന് രണ്ടാമത് ഈ പടത്തിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ 25 വർഷമായിട്ട് അങ്ങോട്ടാണ് ചോദിക്കുന്നതും വിളിക്കുന്നതും, നിന്നെ തേടി ഇങ്ങോട്ട് വരുന്നു. അതും ഹിന്ദിയിലെ വളരെ പ്രഗത്ഭനായ, ഇന്നിപ്പോൾ നാഷണൽ അവാർഡ് വരെ വാങ്ങിച്ചിരിക്കുന്ന ക്യാമറാമാൻ, ഫോട്ടോഗ്രാഫർ, സിനിമാറ്റോഗ്രാഫർ, പ്ലസ് അന്നേ റസൂൽ എന്ന് പറഞ്ഞ ആദ്യ സിനിമയോട് കൂടെ തന്നെ ജനഹൃദയങ്ങളിൽ ഒരു സ്ഥാനം പിടിച്ചൊരു വ്യക്തി നമ്മുടെ വീട്ടിൽ വരുന്നു, അതിഥിയായിട്ട് വന്ന് ചോദിക്കും. സാധാരണ അങ്ങനെ സംഭവിക്കില്ല. ഫോണിൽ വിളിച്ചിട്ട് എക്സിക്യൂട്ടീവ് ആരെങ്കിലും വിളിച്ചിട്ട് താല്പര്യമില്ലെങ്കിൽ കട്ട്, ഇതാണ് സംഭവം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് അവിടെ ഓഡിയോ ടെസ്റ്റ് സ്ക്രീൻ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. എത്രയോ കുട്ടികൾ വന്നിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിക്കുക. എന്നിട്ട് എസ് ഓർ നോ പറയുന്നതിന് മുന്നൂടി പരിഗണിക്കണമായിരുന്നു. അതിനുശേഷം ഗീതു എന്തൊക്കെയോ സംസാരിച്ചു. അടുത്ത ദിവസം രാജീവിൻ്റെ ഭാര്യ ഗീതു ഇവിടെ മദ്രാസിൽ പോയിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് കുറച്ച് ശരിയാണെന്ന് തോന്നുന്നു, ഞാൻ ഒരു സിനിമ ചെയ്തിട്ട് അതിൻ്റെ ഒരു സക്സസിൻ്റെ നോക്കിയിട്ട് നന്നാവുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പഠിത്തമായിട്ട് പോകും. ഞാൻ പറഞ്ഞു നിൻ്റെ ഇഷ്ടം. ഇപ്പോഴും ഞാൻ പ്രഷറൈസ് ചെയ്യുന്നില്ല, ഞാനൊരു സജഷൻ പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ ഈ സിനിമ ചെയ്തു. അറ്റ്ലീസ്റ്റ് അവിടെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേപടി എടുക്കരുത്, മക്കൾ ബ്ലൈൻഡായിട്ട് എടുക്കരുത്. അവർക്ക് അവരുടേതായ ഒരു യുക്തിയോ അതൊന്നും ആലോചിക്കുക, വിവേകം ഓപ്പൺ ചെയ്ത് ആലോചിച്ചിട്ട് ശരിയെന്ന് തോന്നി കൺവിൻസ്ഡ് ആണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യരുത്. കുടുംബം എന്ന് പറഞ്ഞ വാക്കിന് തന്നെ ഭയങ്കര അർത്ഥമുണ്ട്. കൂടുമ്പോൾ ഇമ്പമുണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ കൂട്ടം വലുതുമാണ്, കൂടുതൽ ഇമ്പം ഉണ്ടാവുന്നുണ്ടായിരിക്കാം, അതിൻ്റെയൊക്കെ ഒരു ഗ്ലോ ദേഹത്തുണ്ടായിരിക്കാം. പക്ഷെ ഭാര്യനെ വേറെ രീതിയിൽ പറയുന്ന ഈ ചിലരുണ്ട്, വാക്ക് ഉപയോഗിക്കുന്നത് ശരിയാണെന്നറിയില്ല, ഈ മന്ദബുദ്ധികൾ വളരാറില്ല, അതും ഒരു കാരണമായിരിക്കാം. ഇതൊക്കെ പറഞ്ഞാലും ബേസിക്കലി ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങേയറ്റം സന്തുഷ്ടനായ ഒരു വ്യക്തിയാണ്. വളരെയധികം. എന്താണ് കാര്യം സന്തോഷത്തിന് ചോദിച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നെ സന്തോഷിപ്പിക്കും. ഞാൻ എപ്പോഴും പറയും, ബേസിക് നെസസിറ്റി നമുക്ക് ഭക്ഷണം, വസ്ത്രം, വീട്, ഇത് മൂന്നും നമുക്ക് ദൈവം തന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ വീട്ടിലെപ്പോഴും കൊച്ചു കുഞ്ഞുങ്ങളുണ്ടാവും. ഈ കുട്ടികൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ എന്നെ ചിന്തിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ വിഷമാറും. ഇപ്പോൾ സീരിയലൊക്കെ വിട്ടല്ലേ ഞാനതേ, ഇപ്പോൾ സിനിമ അധികം കാണുന്നില്ല, ഞാനാ വരുന്നില്ല, 4 പെൺമക്കളാണല്ലേ. ഇത് കണ്ട് ഞാൻ ചിരിക്കാറുണ്ട്. കാരണം
അപ്പോഴേ ആലോചിക്കുന്നത് 4 പെൺകുട്ടികളുടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, 4 പെൺകുട്ടികളുണ്ടെങ്കിൽ കുറച്ചൊരു സിനിമ വേണോ, കുറച്ചൊരു സീരിയൽ വേണോ, എന്താണെന്ന് എനിക്ക് പിടിയിട്ടില്ല ഇതിൻ്റെ ലിങ്ക്. അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ കുട്ടികളെ കെട്ടിച്ച് വിടണമെങ്കിൽ കുറേയധികം ധനം വേണ്ടി വരുമല്ലോ, ഇതായിരിക്കാം ഉദ്ദേശിക്കുന്നത്. ഇന്ന് വരെ എനിക്ക് തോന്നിയിട്ടില്ലാത്തൊരു കാര്യം. ഇത് ഞാൻ പറഞ്ഞത് ഇതുവരെ പറഞ്ഞ എൻ്റെ ഹൃദയത്തിൽ തൊട്ട. കാരണം ആ ഒരു തോന്നൽ വന്നാൽ പണം വേണ്ടി വരും. തോട്ട്സ് ബിക്കം തിങ്സ് എന്നൊരു വരിയുണ്ട്. അതായത് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അത് വിചാരിക്കാതിരിക്കുക. കാരണം കാറിൽ കയറി യാത്ര ചെയ്യാൻ പോകുമ്പോൾ ഭൂരിപക്ഷം ആൾക്കാരും ഈശ്വര അപകടം കൂടാതെ എത്തണേ, അപകടത്തിനാണ് നമ്മളവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്തിനാണത്? മുടി വെട്ടാൻ പോകുമ്പോൾ പറയുന്നത് വെട്ടി കുളമാക്കായിരുന്നാൽ മതി. കുളത്തിനാണ് താല്പര്യം, അന്ന് കുളമായിരിക്കും. അപ്പം ഞാൻ പറയുന്നത് എൻ്റെ കുട്ടികൾ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല കുടുംബജീവിതം എല്ലാം അവർക്ക് കിട്ടുന്നുള്ള ഒരു ഉറപ്പായ പിക്ചർ എൻ്റെ മുമ്പിലുണ്ട്. പിന്നെ എന്തിനെ ആലോചിക്കണം? അപ്പോൾ ഇതെല്ലാം കൂടി കൂടിയിട്ട് സന്തോഷമാണ് എന്നെ നയിച്ചിരിക്കുന്നത്. നിങ്ങൾക്കപ്പോൾ ഞാൻ ചെറുപ്പമായിട്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കുന്നതൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ 1 അതൊരു കാരണം, 2 നിങ്ങളുടെ കണ്ണിൻ്റെ ഭംഗി. എനിക്കൊന്നാൽ വളരെ കുറച്ച് ബന്ധങ്ങളേ ഉള്ളൂ. കുറച്ച് ബന്ധം വെച്ചാൽ ഒരു കൈക്കകത്ത് നിൽക്കും. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് പറയുന്നത് അപ്പ ഹാജ എന്ന് പറയും. നടൻ എന്ന രീതിയിലല്ല ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്നത്. എന്ന് വെച്ച് ഞങ്ങൾ എന്നും സംസാരിക്കുകയോ എല്ലാ ആഴ്ചയിലും കാണുകയോ ഒന്നും ചെയ്യാറില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയും, സുഹൃത്തുക്കളല്ലേ ഏറ്റവും അടുത്തവരെന്ന് പറയുമ്പോൾ നമുക്കൊരു അത്യാവശ്യം വന്നാൽ നമുക്ക് എത്ര പേരെ വിളിക്കാൻ പറ്റും? 1 അല്ലെങ്കിൽ 2 പേര് ഒരു എമർജൻസിയിൽ നിന്ന്. ബാക്കി പരിചയക്കാർ കാണും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇഷ്ടംപോലെ പരിചയക്കാർ ഫോൺ എടുത്താൽ ഏറ്റവും കുറഞ്ഞ് 2500 പേര് കോൺടാക്ട്സിൽ കാണും. പക്ഷേ ഒരു അത്യാവശ്യം വന്നാൽ നമ്മളൊന്ന് തപ്പിപ്പോൾ ആരെയാണ് വിളിക്കണ്ടേ ആണോ, അന്നേരം വരുന്ന 2 പേരായിരിക്കും ഏറ്റവും നല്ല സുഹൃത്തുക്കളെന്ന് എനിക്ക് തോന്നാറുണ്ട്. അവർ ചിലപ്പോൾ കണക്ട് ചെയ്യും. പക്ഷേ പറയാം എന്ത് പറ്റി അവിടെ വണ്ടി പിടിച്ചാണോ പോലീസ്, ആ പോലീസ് നമ്മൾ ഇദ്ദേഹത്തിനെ വിളിച്ച് പറയാം. പക്ഷേ അതാദ്യം അവർ തന്നെ വേണ്ടി വരും. അവർ ഫോൺ എടുത്തിട്ട് നമ്മൾ ആകെ എന്താ പകച്ചു പോകും. ചിലർക്കുണ്ട് ഇഷ്ടം പോലെ വിളിക്കാൻ പറ്റുന്നത്. എനിക്ക് അതിലും വളരെ കുറവാണ്. 1 അല്ലെങ്കിൽ 2 എന്നും എൻ്റെ അവശ്യ ഒരു ഘട്ട സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഹാജ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അച്ചൻകുഞ്ഞേട്ടൻ, അല്ലെങ്കിൽ കാലിക്കട്ടുള്ള ഹാഷിം, ഇങ്ങനെ കുറച്ച് പേരുണ്ട്. അത് കൃത്യമായി അവരെൻ്റെ മുമ്പിൽ വന്നിരിക്കും. അച്ചൻകുഞ്ഞേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേബി മറീൻ്റെ അച്ചൻകുഞ്ഞേട്ടൻ എന്നേക്കാൾ പ്രായമൊക്കെ ധാരാളം ഉണ്ട്. പക്ഷേ എന്തോ സമപ്രായം പോലെ ഏറ്റവും ആവശ്യമായ ഘട്ടങ്ങളിൽ മുമ്പിൽ വരും ഇവരൊക്കെ. അതുകൊണ്ട് സുഹൃത്ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന എല്ലാ ഭാഷയ്ക്കൊന്നും ഇതിനകത്ത് പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സിനിമയുടെ ഒരു വെച്ചാൽ നമുക്ക് ഇന്ന് പരിചയപ്പെടുന്നവരല്ലേ, പിന്നെ എല്ലാവരും കൂടി ഒരു സ്ക്രീനിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ, സ്വാഭാവികമായിട്ടും അതിനകത്ത് കുറച്ച് സിനിമയുടെ പ്രൊഫഷണൽ ജലസിയുടെ ഭാവമൊക്കെ വരും. അതുകൊണ്ട് അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം എനിക്ക് സിനിമയിൽ ഈ നിമിഷം വരെ എനിക്കൊരു സുഹൃത്തില്ല. സിനിമയ്ക്ക് പുറത്തുണ്ടായിരുന്ന പണ്ടുണ്ടായിരുന്ന സുഹൃത്തുക്കൾ തന്നെയാണ് ഇന്നും എൻ്റെ സുഹൃത്തുക്കൾ. ഞാൻ ജനിച്ചു വളർന്ന ഇവിടെ തൃപ്പൂണിത്തുറ, പഠിച്ചത് അമ്പലമേട് സ്കൂൾ. ഇന്ന് രാവിലെയും വാട്സാപ്പിനകത്ത് എൻ്റെ കൂടെ പഠിച്ച ബിന്ദു മെസ്സേജ് ഇട്ടു. ഏറ്റവും ഭയങ്കര പഠിക്കുന്ന ഒരാൾ, ഞങ്ങൾ ബിന്ദുവിൻ്റെ എന്തൊക്കെ നോട്ടൊക്കെ വാങ്ങിച്ചിരിക്കുന്നു. ഇന്നും ബിന്ദു മെസ്സേജ് ഇട്ടു, എന്ത് സുഖമാണ് കിച്ചു എവിടെയുണ്ട്, വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അതെന്ത് കിടക്കും നമ്മുടെ സ്കൂളിൽ ജനിച്ച നമ്മുടെ പ്രായമാണ് നമ്മുടെ സുഹൃത്ബന്ധത്തിൻ്റെയും ഒരു ബലം. അത്രയും വർഷത്തെ പരിചയമല്ലേ. അതുകൊണ്ട് പുതിയ ബന്ധങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അത് വേറെ ചിലപ്പോൾ നാളെ അതിലൊരാൾ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറുകയും ചെയ്യും. പക്ഷേ എന്തോ പഴയ സുഹൃത്ബന്ധത്തിനൊപ്പം ഒന്നിനും ഉപമിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്നു.